never try when you are with me, with me. I wanna stay with you. Ooh, 'cause you make me feel like I could be driving you all night, and I'll find your lips in the street lights, and I wanna be there with you. Oh baby, take me to the feeling. I'll be your sinner in secret when the lights go out. Run away with me, run away with me. Oh baby, every single minute I'll be your hero and winning when the lights go out. Run away with me, run away with me. Clear blue water, high tide came and brought you in, and I could go on and on, on and on, and I will. Skies grew darker, currents swept you out again, and you were just gone and gone, gone and gone. In silent screams and wildest dreams, I never dreamed of this. This love is good, this love is bad, this love is a light back from the dead. These hands had to let it go free, and this love came back to me. Tossing, turning, struggled through the night with someone new. Maybe I could go on and on, on and on. Lantern burning, flickered in the night for only you, but you were still gone, gone, gone. In losing grip on sinking ships, you showed up just in time. This love is good, this love is bad, this love is a light back from the dead. These hands had to let it go free, and this love came back to me. This love left a permanent mark, this love is glowing in the dark. These hands had to let it go free, and this love came back to me. Your kiss, my cheek, I watch you leave. Your smile, my thoughts, I fell to my knees. When you were young, you just run, but you come back to what you need. This love is good, this love is bad, this love is a light back from the dead. These hands had to let it go free, and this love came back to me. This love left a permanent mark, this love is glowing in the dark. These hands had to let it go free, and this love came back to me. സർവന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ ഇപ്പോഴെന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ നന്ദി
ഉള്ളം നന്നേ നിറയുന്നേ സന്നാഹമോടെ സ്തുതി പാടിടുന്നേ ദേവാസന്നാഹമോടെ സ്തുതി പാടിടുന്നേ അൻപോടു ദിനം തോറും നടത്തുന്ന പൊന്നേ ജയനനന്ദം വന്ദനമേ എന്റെ പൊന്നേ ജയനനന്ദം വന്ദനമേ. കർത്താവിന്റെ തിരുവെഴുത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിക്കട്ടെ. നിങ്ങൾ തന്റെ ജനത്തെ അനുഗ്രഹിച്ച് ചൊല്ലേണ്ടത് എന്തെന്നാൽ, യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. സർവലഭനായ ദൈവമേ, സ്വർഗീയ രാജാവേ, അങ്ങേ പുത്രൻ ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സുള്ള തിരുനാമത്തിൽ ഈ പ്രഭാതത്തിൽ സ്തോത്രത്തോടെ തിരുമുൻപാകെ അടിമകൾക്ക് ഒരുമിച്ച് അടുത്ത് വരുവാൻ അവിടുന്ന് നൽകിയ ഈ സ്തോത്രത്തിന്റെ നിമിഷങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും കർത്താവ് കൂടെ ഇരുന്നു കുഞ്ഞുങ്ങളെ വളർത്തുവാൻ, പഠിപ്പിക്കുവാൻ, അവരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ കരം കുടുംബത്തോട് കൂടെ ഇരുന്നവർക്ക് സ്തോത്രം. ഈ ഉന്നതമായ സുവർണ നിമിഷത്തിലേക്ക് അഭിമാനത്തോടെ ഈ കുഞ്ഞിന്റെ കൈ പിടിച്ച് ഉയർത്തുവാൻ കർത്താവെ കാത്തിമോടെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് സ്തോത്രത്തോടെ പ്രാർത്ഥിപ്പാൻ ഞങ്ങൾക്ക് ലഭിച്ച പദവിക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവനോടുകൂടി നിന്റെ കൃപയിരിക്കണമേ. പ്രത്യേകിച്ച് ഇന്ന് രാവിലെ സമയം വിശുദ്ധ വിവാഹത്തിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങി പുറപ്പെടുന്ന നേരം മുതൽ സ്തോത്രത്തോടെ നിന്റെ കുഞ്ഞുങ്ങൾ കുടുംബജീവിതം അനുഭവിച്ച് നിനക്ക് മഹത്വം കരയറ്റത്തക്കവണ്ണം ദൈവം തമ്പുരാൻ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കുടുംബം കൂടെ സ്ഥാപിക്കുന്ന സുന്ദരമായ ഒരു ദിവസമായി, ഒരു വിശുദ്ധ ദിവസമായി ഞങ്ങൾക്ക് നൽകി തന്നതോ സ്തോത്രം. അവിടുത്തെ വലിയ കാവലും സംരക്ഷണവും അവിടുത്തെ സൈന്യത്തിന്റെ പ്രത്യേകമായ കാവലും അടിയങ്ങളുടെ മേലുണ്ടായിരിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഏതുമില്ലാത്തവരും ഞങ്ങൾ സാധുക്കളുമാണ്. സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത ദൈവം ഇതുവരെ ജീവിതത്തിൽ കൂടെ ഇരുന്നതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് മഹത്വം അർപ്പിക്കുന്നു. മോൻസിയെയും മിനിക്കുകയും കർത്താവെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഞങ്ങൾ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണം. ആകയാൽ സ്വർഗത്തിലും ഭൂമിക്കും സകല അധികാരമുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. കൂടെ ഇരിക്കണം യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുരാജ്യം വരണം, തിരുവിശ്വസിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണം. ഞങ്ങളുടെ കടങ്ങൾ ദോഷങ്ങൾ ഞങ്ങളെ തെറ്റിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദോഷം എന്നുള്ള രാജ്യവും ശക്തി മഹത്വം ഇതേക്കും അവിടത്തേക്കുള്ളതാകുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ നിരന്തര കൂട്ടായ്മയും വിശുദ്ധ വിവാഹ ശുശ്രൂഷയിൽ ഈ പ്രിയപ്പെട്ട പൈതലിനോടും ഞങ്ങളുടെ പ്രിയപ്പെട്ട മകനോടും കുടുംബങ്ങളോടും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. This love is good, this love is bad, this love is alive, back from the dead. Oh, these hands had to let it go free, and this love came back to me. Oh, this love left a permanent mark. This love is glowing in the dark. Oh, these hands had to let it go free, and this love came back to me. Oh, this love.
Letters on the sky, burning in your eyes. You look at me, babe, I wanna catch on fire. It's buried in my soul, like California gold. You found the light in me that I couldn't find. So when I'm all choked up but I can't find the words, every time we say goodbye, baby, it hurts. When the sun goes down and the band won't play, I'll always remember us this way. Lovers in the night, poets trying to write. We don't know how to rhyme, but damn, we try. But all I really know, you're where I wanna go. The part of me that's you will never die. So when I'm all choked up but I can't find the words, every time we say goodbye, baby, it hurts. Letters on the sky, burning in your eyes. You look at me, babe, I wanna catch on fire. It's buried in my soul, like California gold. You found the light in me that I couldn't find. So when I'm all choked up but I can't find the words, every time we say goodbye, baby, it hurts. When the sun goes down and the band won't play, I'll always remember us this way. Lovers in the night, poets trying to write. We don't know how to rhyme, but damn, we try. But all I really know, you're where I wanna go. Respected clergy, brothers and sisters in Christ, and of course, the bride and groom, Jevin and Catherine. My name is Father Peter East-Burgess, and I'm the cousin of the groom. And I'd like to take this opportunity to thank God for gathering all of us here in this beautiful church to witness God uniting these two children together. By God's grace, I stand with great privilege to be able to officiate this wedding, and I'm greatly humbled to be able to do so among this esteemed panel of clergy. I have known Jevin for 26 years. And in these 26 years, I never thought that Jevin was capable of loving anything or anyone more than his mustache. But I was proven wrong when he introduced me to Catherine. Now, before we begin the service, I wanted to offer the couple one reminder to keep in mind, and then Father Thomas Matthew will be giving further instructions in wedding homily. I've heard from many, many people that you both are meant to be for one another, given the series of pre-wedding cinematic photos and videos.
But I want you both to remember, marriage is not about finding the right person. It's about being the right person. And so we have to be the right person, not by the measures of the world, but rather the measures that Christ gives us, and that is to be holy. You both are called to holiness, and this marriage exists so that you both can help each other attain holiness. Now, this path is filled with hardship and suffering, but that's why you're paired together to help each other. And it may not seem like it now, but marriage is not always going to be both of you riding down the mountain on your motorcycle. Expect full arguments, disagreements, and fights. But at the same time, expect laughs and smiles and warmth. It all comes with unconditionally and sacrificially loving one another, just as Christ loves the church. With that said, let's begin the wedding service. ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവതമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനും ഉന്നതനായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയില്ലാതെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. ശ്രീനാമേ, നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന രാജാവേ, നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആത്മാവിനെ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ഞങ്ങളെ രക്ഷിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവേ ശിവശിഖ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധിയുള്ള നിന്നെ ഒത്തവരെയും തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ചെയ്യപ്പെടുമാറാകണമേ. ആമേൻ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടെയും നീ മുഖാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നെ ആരാധിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിന്റെ ദയയാൽ ഞങ്ങളുടെ സുഹൃതങ്ങൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞ് കവിയുകയും ഞങ്ങളുടെ മനസ്സാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും ആദ്യം മുതൽ തന്നെ പ്രീതിപ്പെടുത്തിയുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സരന്മാരുടെ ഗണത്തിലും ചേർന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഓശോ ബബുകുലസ്ബാൻ. ദൈവമേ, നിന്റെ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ.
നിന്റെ കരുണയുടെ ഭക്തം പോലെ എൻ്റെ പാപങ്ങളെ മായിക്കണമേ. എന്റെ ന്യായീയമായി കഴുകി എന്റെ പാപങ്ങളെ വെളുപ്പാക്കണമേ. എന്തെന്നാൽ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെയിരിക്കുന്നു. നിനക്ക് വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുമ്പിൽ തിന്മകളെ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികൾ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങളിൽ എൻ്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീ എന്നെ ഇഷ്ടപ്പെട്ടു, നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങളെ നീ അറിയിച്ചു. നിന്റെ സ്വഭാവങ്ങളെ കളിക്കണമേ, ഞാൻ വെളുപ്പാക്കപ്പെടും. അതിനാൽ എന്നെ വെണ്മയാക്കണമേ, കുറച്ച് മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എൻ്റെ അസ്ഥികൾ സന്തോഷിക്കും. എൻ്റെ പാപങ്ങളിൽ നിന്നെതിരെ മുഖം തിരിച്ച് എൻ്റെ അതിക്രമങ്ങളെയൊക്കെയും മായിക്കണമേ. ദൈവമേ, ഹൃദയം സൃഷ്ടിക്കണമേ, സ്ഥിരതയുള്ള ആത്മാവിനെ പുതുതാക്കണമേ. നിന്റെ തിരുമുമ്പിലെ തള്ളിക്കളയരുതേ, നിന്റെ വിശുദ്ധാത്മാവിനെ പഠിക്കുകയും അരുതേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാക്കണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിന്നിലേക്ക് തിരിയുകയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തത്തിലൂടെ രക്ഷയുള്ളവേ, എന്റെ നാവിന്റെ നീതിയെ സ്തുതിക്കും. കർത്താവേ, എന്റെ ദൈവമേ, എനിക്ക് തുറക്കണമേ, എന്റെ വായുടെ സ്തുതികൾ പാടും. എന്തെന്നാൽ ബലികളിൽ നിന്ന് മനസ്സായില്ല, ഹോമബലികളിൽ നിന്ന് നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലി താഴ്മയുള്ള ആത്മാവാകുന്നു, ദൈവം നുറുങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. നിന്റെ ദാസ്യങ്ങളോട് നന്മ ചെയ്യണമേ, ഉത്സവത്തിന്റെ മതിലുകൾ പണിയണമേ. അപ്പോൾ നീതികൾ ഹോമങ്ങളിൽ നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ കാളകൾ ബലിയായി കഴിയും. ദൈവമേ, സ്തുതിയോഗ്യമാകുന്നു, മറക്കുമോ? നിന്നോളം ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതായ നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ മക്കളെ സംയോജിപ്പിക്കുകയും തന്മൂലമായുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യത്തക്കവണ്ണമുള്ള ഐക്യമത്യം ഇവരുണ്ടാകുകയും ചെയ്യണമേ. നൽകുക നന്മൊഴി മാനസമേ,
സേവിക്കും ഞാനരജനെന്നുര ചെയ്യും. ചാരുമുഖി പാരമീശ്വരിക്കും നിൻപ്രിയനേനം എന്നാഥൻ 10,000 തന്മനാ തന്നോഗാവാസരായി ശുഭ്രൻ യാക്കോബിൻ രക്തത്തീർത്തൈലത്തിൽ മൃദുലൻ ലബനോത്താരത്തിൽ പാത്തിരിവൻ ദൈവശരൻ വിശ്രുതനാമിവനെ നാം വാഴ്ത്തിയിടുന്നു. സ്തോത്രൻ ഗാമാലോസ് നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടവിടാതെ അർപ്പിക്കുവാൻ തമ്പുരാനെ ഞങ്ങൾ യോഗ്യരായി തീരണമേ. വിജാതി പുത്രിയതിനിക്ക് സഭയായി തിരഞ്ഞെടുത്ത എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്റെ വിജയ രക്തത്താൽ അവളെ വെളുപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വാനിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തരികയും അശുദ്ധ പിശാചുക്കളുടെ ദാസിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവ്വതകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളന് സ്തുതി. തന്റെ സഭയുടെ വിഭാഗവിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും സ്നേഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചനായ കർത്താവ് വാഴ്ത്തപ്പെടുവാനാകുന്നു. തന്റെ ദാസരുടെ മോതിരവാഴ്വിന്റെ സമയത്തും സർവ്വനാളുകളും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളിലും ആയുസോടിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അങ്ങയ്ക്ക് യോഗ്യമാകുന്നു. ബഹുലഹുന്യവുമോ സ്വധായ മനുഷ്യരുടെ സർവജ്ഞാനം നിന്നുയർന്ന് വൈക്കതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവീയ അനുഗ്രഹങ്ങളോർവയുമായ ദൈവം തമ്പുരാനെ, അവിടുന്ന് അനശ്വരമായ വെടിപ്പുള്ള മോറോനും അനാദ്യമായ നിലയിൽ എല്ലാവിധ കൃഷികൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തന്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശേഷമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തി തക്കവണ്ണം നിന്നുള്ളതായ എന്റെ വിശ്വാസത്തെ മഹാമനസ്കത അംഗീകരിക്കുകയും ചെയ്തവൻ അവിടുന്ന് ആകുന്നു. നിന്റെ പരിശുദ്ധ സഭയ്ക്ക് നശിവാതവത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസനയുടെ ദേവോട് തന്നെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാറ് നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വവസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിന് വാനിശ്ചയം നടത്തി. അതിനെ നിനക്ക് പൊതുവാക്കി തീർക്കുകയും ശത്രുതലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീരങ്ങൾ അതിന് മോതിരമായിട്ട് വെടിപ്പോടെ അവിടെ നൽകുകയും അതിനെ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറെ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായ അതിന് നൽകി നൽവരുത്താൻ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ ശിഷ്യന്മാർ മൂലംകരവുമായി അതിന് പൂർണ്ണ നൽകുകയും ചെയ്തു. ഭാര്യാഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ആനന്ദം മോതിരങ്ങൾ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീ ആകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ ബലഹീനദാസരാ ഞങ്ങൾ ആസ്വദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, പരിശുദ്ധ സഭയുടെ മോതിരത്തെ അവിടെ അനുഗ്രഹിച്ചതുപോലെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ മണവാളനും പുത്രിയായ മണവാട്ടി ജ്ഞാനസമ്പൂർണരും ദ്രവുള്ളവരുമായി തിരുവാൻ ഇടയാക്കണമേ.
കർത്താവേ, ഇവരുടെ വിവാഹസ്ഥല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛകളിൽ നിന്നും മാതിരിക്കുവാൻ കൃപയുടെ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിലും പരത്തിലും അഭംഗമായവരെ അവിടുന്ന് സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായ ഇവരുടെ ഈ മണോറയിൽ ആയുഷ്കാലം മുഴുവൻ വിതരത്തിൽ അവരെ അലങ്കരിക്കുകയും ഈറയന്മാരും മാലാഖമാരും ഇവിടെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണോറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുവൻപാസനിലായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ സ്വതന്ത്രരാക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുവമ്പാകെ നിന്ന് ഇടപെടാ നിന്നെ നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. പരിപാവന സഭയിൽ വാനോൻകാന്തൻ വീണ്ടൊരു നേരം വീടിൻ ഭരണം ശീമോദി മോഹിക്കാത്തതിനാൽ നിന്നെ ഞാനും കൈവെടിയില്ല. വാനും വാനും അഴിഞ്ഞാലും വൃതാനിഷ്ഠയും വെടിപ്പുള്ള ആത്മാക്കളെ തനിക്കായി വിവാഹ നിശ്ചയം ചെയ്യുന്ന സാക്ഷാൽ സത്യമണവാളനായുള്ളവേ, തിരുമുമ്പാകെ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ ബാധ്യസ്ഥ മൂലം പരസ്പരം വിവാഹ നിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസനിൽ നിന്ന് സുഹൃത നടപടികളാകുന്ന മധുരപരിമളം വീശുവാൻ നീ ഇവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യവും ഇവരിലുണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം തർപ്പണത സംരക്ഷിക്കുവാൻ ഇവർക്ക് സംഗതി നൽകണമേ. ഇവർ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോശോ വബകുല സുബാൻ ലവൽ മീൻ. തന്റെ കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോതിരങ്ങളെ ആശ്രവദിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധനും സ്തുതി. വിശുദ്ധ സഭസന്തങ്ങളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിന്റെയും പുത്രന്റെയും ജീവന പരിശുദ്ധയുടെയും നാമത്തിൽ ഈ മോതിരങ്ങളെ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവേ
നൽകണമേ. നിന്റെ നിശ്ചയത്തിലെയും മാനത്തോടെ കൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞ അനുഗ്രഹപ്രദമായ വിലങ്കയായുഷ്കാലം മുഴുവൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്നു എന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. യേശുമിശിഹായുടെ അനുഗ്രഹപൂർണ്ണമായ വലങ്കയ ദൃശ്യമായ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്ലീഹന്മാരിൽ പോലെ ആചാര്യന്മാരുടെ കയ്യിൽ നിന്ന് ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നീ സ്ഥിരീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. പാർക്കുമോർ പരിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ മശിഹാ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വിവാദിച്ച് കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിഭാഗതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെയും റിബേക്കായുടെ വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചേർച്ചയും തന്നെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് അവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ടവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശൂശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിഭാഗതയാൽ ഇവരുടെ മനസാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കയ്യിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിക്കുമാറാകട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കൾ ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങൾ ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമാകുന്ന നിന്റെ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസം ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയശ്രീപായാൽ ഈ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെയും മേൽ നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. ബറക്കുമോർവോസോ വബക്കുൽ സുബാലവൽ മീ. അത്യുന്നതരുടെ മണവാട്ടി Thank you.
ജീവിച്ചിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിന്റെ വിജയശ്രീവ രാവും പകൽ നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദോഷിൽ നിന്നും അവന്റെ സൈന്യം നിങ്ങളെ കാക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ സമയത്ത് നിരണം വടക്കും ഭാഗം സെന്റ് തോമസ് ദേവാലയത്തിന്റെ വികാരിയായിരിക്കുന്ന വന്ദനായ തോമസ് മാത്യു അച്ഛൻ ഈ പ്രിയമക്കൾക്ക് ആവശ്യമായിരിക്കുന്ന പ്രബോധനങ്ങൾ മണവാട്ടി ഇവർക്ക് നന്മകൾ നേരുവാൻ പ്രാർത്ഥനകൾ അർപ്പിക്കുവാനായിട്ട് കടന്നു വന്നിട്ടുള്ള മാതാപിതാക്കളെ, സഹോദരിയും സഹോദരങ്ങളെ, വളരെ പാവനമായ ശ്രേഷ്ഠമായ ഒരു കൂദാശയുടെ ഭാഗമായിരിക്കുകയാണ് ഞാൻ നിങ്ങളും. വിവാഹ കൂദാശയെ 2 ക്രമമായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. മോതിരവാഴ്വിൻ്റെ ശുശ്രൂഷ, കിരീടവാഴ്വിൻ്റെ ശുശ്രൂഷ. അതിൽ മോതിരവാഴ്വിൻ്റെ ശുശ്രൂഷയുടെ പൂർണ്ണമായി ഈ കിരീടവാഴ്വിൻ്റെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ഈ ഭൂമുഖത്ത് ഒരു മനുഷ്യന് ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്ന് കുടുംബം. ആധുനിക കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ ധനമായിട്ട്, ഉദ്യോഗമായിട്ട്, മറ്റ് സമ്പാദ്യങ്ങളായിട്ട് മാത്രം കാണാനേ ഞാൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കുടുംബമെന്ന ദൈവത്തിൻ്റെ ഗിഫ്റ്റിനെ പലപ്പോഴും നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയാതെ പോകുന്നു എന്നുള്ളത് നമ്മുടെ ഭാഗത്തുണ്ടാകുന്ന ഒരു വലിയ പരാജയമാണ്. ഈ ഭൂമി ഒരു സ്വർഗമാക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ ദൈവം ക്രമീകരിച്ചിട്ടുള്ളൊരു പദ്ധതിയാണ് കുടുംബം. അതായത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനായിട്ടുള്ളൊരു വലിയ ഉത്തരവാദിത്വം. ഒരു ഭാഗത്ത് കുടുംബജീവിതം ഒരു വലിയ ബ്ലെസ്സിങ്ങാണ്. പക്ഷെ ദൈവത്തിൻ്റെ ഒരു കുഴപ്പമുണ്ട്. ബ്ലെസ്സിങ്ങായിട്ട് മാത്രം ഒരിക്കലും തരില്ല, ഒരു പാക്കേജാണ്. ബ്ലെസ്സിങ് പ്ലസ് റെസ്പോൺസിബിലിറ്റി. കുടുംബജീവിതമാകുന്ന വലിയ ബ്ലെസ്സിങ് ദൈവത്തിൽ നിന്ന് സ്വീകരിക്കാനായിട്ട് നിങ്ങൾ തയ്യാറായി. അന്നേരമേ മനസ്സിൽ കുറിച്ചുള്ളൂ ദൈവം എന്തോ വലുത് തിരിച്ച് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് മുന്നോട്ടുള്ള ജീവിത വഴികളിൽ ദൈവത്തിൻ്റെ പ്രതീക്ഷകൾക്കനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനായിട്ടുള്ളൊരു വലിയ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളൊരു ബോധ്യത്തോടുകൂടെ ജീവിതത്തെ പ്രാർത്ഥനാപൂർവ്വം ക്രമീകരിക്കാനായിട്ട് ഒരുങ്ങുക. കുടുംബജീവിതം സന്തോഷം നിറഞ്ഞതാണ്, മറുവശത്ത് ഒത്തിരി പ്രതിസന്ധി നിറഞ്ഞതുമാണ്. മുന്നോട്ട് ജീവിച്ച് തുടങ്ങുമ്പോൾ അത് മനസ്സിലാകും. ചില സാഹചര്യങ്ങളിലൊക്കെ ഞാനും നിങ്ങളുമൊക്കെ ബിഗ് സീറോ ആയി പോകുന്ന ഒത്തിരി ഇവൻറ്റ്സ് കുടുംബജീവിതത്തിൽ ബന്ധപ്പെടും. എൻ്റെ ഫ്രണ്ട്സിനോ, എൻ്റെ റിലേഷൻസിനോ, എൻ്റെ പണത്തിനോ, എൻ്റെ കഴിവുകൾക്കോ ഒന്നും പരിഹരിക്കുവാനായിട്ട് സാധ്യമാകാത്ത ചില ഇവൻറ്റ്സ് തമ്പുരാന് മാത്രമേ അവിടെ നിങ്ങളെ സഹായിക്കാനൊക്കുള്ളൂ. അതുകൊണ്ട് ജീവിതയാത്രയിൽ എന്നും ദൈവത്തെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിത വഴികളെ, നാളെകളെ ക്രമീകരിക്കാനായിട്ട് പരിശീലിക്കേണ്ടിയിരിക്കുന്നു. ഇവിടുത്തെ പ്രാർത്ഥനകളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം കുടുംബജീവിതത്തിൻ്റെ മധുരിമ എത്ര ശ്രേഷ്ഠമാകുന്നുവെന്ന് വളരെ വ്യക്തമായിട്ട് പ്രാർത്ഥനകൾ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഒരു പ്രാർത്ഥനയിൽ ചൊല്ലുന്നത് അന്യോന്യം സ്നേഹിപ്പാനായിട്ട് സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ. അഗ്നി നമുക്കറിയാം ആവശ്യമില്ലാത്തതിനെയൊക്കെ കത്തിച്ച് കളയാൻ ഉപയോഗിക്കും, ആവശ്യമുള്ളതിനെയൊക്കെ പ്യൂരിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കും. ആവശ്യമില്ലാത്തതിനെ ജീവിത വഴികളിൽ ദഹിപ്പിച്ച് കളയേണ്ടതിനെ ദഹിപ്പിച്ച് കളയാൻ, പ്യൂരിഫൈ ചെയ്യേണ്ടതിനെ പ്യൂരിഫൈ ചെയ്യുവാനായിട്ട് സ്നേഹത്തിൻ്റെ അഗ്നിയിൽ ഇവരെ ഒരുക്കിയെടുക്കണമെന്നുള്ളൊരു വലിയ പ്രാർത്ഥനയാണ്. നമ്മുടെയൊക്കെ ജീവിത വഴികൾ നോക്കിയാൽ അറിയാം, നമ്മുടെയൊക്കെ തുണകളല്ല ലോകത്തിലേക്കും ഏറ്റവും സുന്ദരനും ഏറ്റവും സുന്ദരിയും. അതിനേക്കാളും സൗന്ദര്യമുള്ള ഒത്തിരി ആളുകൾ ഈ ഭൂമുഖത്തുണ്ട്. എന്നിട്ടും കുടുംബജീവിതം എത്ര സുന്ദരമായിട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? ചിലരൊക്കെ പറഞ്ഞേക്കാം അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞേക്കാം. പക്ഷെ അതിലുപരിയായിട്ട് സ്നേഹത്തിൻ്റെ കണ്ണുകൊണ്ട് ഓരോ കാര്യങ്ങളെയും കാണുവാൻ, വിശകലനം ചെയ്യുവാനായിട്ട് തയ്യാറായാൽ അവിടെ വളരെ വേഗം കുറവുകളെ കണ്ടുപിടിക്കാനൊക്കില്ല. അവിടെ നന്മകളെ, ശ്രേഷ്ഠതകളെ മാത്രമേ ദർശിക്കുവാനും ഉൾക്കൊള്ളുവാനും സാധിക്കൂ. പിതാക്കന്മാരതാ പ്രാർത്ഥിക്കുന്നത്, ഓർമ്മിപ്പിക്കുന്നേ.
സ്നേഹാഗ്നിയിൽ ഇവരെ ഉജ്ജ്വലിപ്പിക്കണമേ. നാളുകളിലും സ്നേഹത്തിൻ്റെ കണ്ണുകൊണ്ട് കാണുവാൻ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഇടപെടുവാൻ ഇവർക്ക് സാധ്യമായി തീരട്ടെ എന്നുള്ളൊരു വലിയ പ്രാർത്ഥന ഇവിടെ സമർപ്പിക്കുന്നത്. വീണ്ടും കിരീടവാഴുവിൻ്റെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യ ഭാഗത്ത് അനേക പൂർവ്വപിതാക്കന്മാരെ അനുഗ്രഹിക്കുന്ന സുന്ദരമായ ചിത്രമാണ്. അവരെല്ലാവരും എല്ലാം തികഞ്ഞവരൊന്നുമല്ലായിരുന്നു, ഒത്തിരി പോരായ്മകളൊക്കെ ഉള്ളവർ. എന്നിട്ടും അവരെ ശ്രേഷ്ഠമായിട്ട് സഭ ഉയർത്തി കാണിക്കുന്നു. കുറവില്ലാത്തത് കൊണ്ടല്ല, കുറവുകളെ വളരെ വേഗം തിരിച്ചറിയുവാനും അതിനെ പരിഹരിക്കുവാനും അവർ തയ്യാറായതുകൊണ്ടാണ്. ഹോളി ഹഗിയോസ് തെറ്റില്ലാത്തൊരവസ്ഥയല്ല, പക്ഷെ വളരെ വേഗം കുറവുകളെ തിരിച്ചറിയുവാനും അത് പരിഹരിക്കുവാനുമായിട്ടുള്ള തയ്യാറെടുപ്പാണ്. അവരുടെ ജീവിതത്തിലെ പാളിച്ചകളൊക്കെ വന്നുപെട്ടു, പക്ഷേ അതിനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അതിജീവിക്കുവാനായിട്ട് അവർ തയ്യാറായതുകൊണ്ട് അവർ വിശുദ്ധരാവുകയാണ്. ഓരോ വ്യക്തിയും ഓരോ ജീവിതവും വിശുദ്ധമായി തീരണമെന്നുള്ളൊരു അതിയായ ആഗ്രഹമാണ്. അവിടെ കുറവുകൾ വന്നുപെടും മനുഷ്യന്, പക്ഷേ തിരിച്ചറിയുവാൻ പരിഹരിക്കുവാനായിട്ടുള്ളൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ഒരു മനുഷ്യൻ കുറവിനെ തിരിച്ചറിയുന്നത് ദൈവത്തോട് കൂടുതൽ പറ്റി നിൽക്കുമ്പോഴാണ്. പൂർണ്ണതയിലേക്ക് അടുത്തടുത്ത് വരുമ്പോഴേ കുറവിനെ തിരിച്ചറിയുവാൻ സാധ്യമാകും. അതുകൊണ്ട് മുന്നോട്ടുള്ള ജീവിത വഴികളിൽ നന്നായി പ്രാർത്ഥിക്കുക, ദൈവത്തോടുള്ള നല്ല ബന്ധം നിലനിർത്തി ജീവിക്കുക. ആധുനിക കാലഘട്ടത്തിലെ ജീവിതങ്ങൾ തകരുന്നതിന് പ്രധാന കാരണം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് തന്നെ, ടൈം മാനേജ്മെൻറ്റാണ്. ഞങ്ങളുടെ ജോലികളൊക്കെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്നവരാണെന്നൊക്കെ നിങ്ങൾ അവകാശപ്പെട്ടേക്കാം. ഇവിടെ ടൈം മാനേജ്മെൻറ്റ് എന്നുള്ളത് നിങ്ങളുടെ ജോലി സമയാസമയങ്ങളിൽ ക്രമീകരിക്കുന്നതിനെയല്ല, ദൈവത്തിന് കൊടുക്കേണ്ട സമയം ദൈവത്തിന് കൊടുക്കണം, പേരൻസിന് കൊടുക്കേണ്ട സമയത്ത് പേരൻസിന് കൊടുക്കണം, അന്യോന്യം പങ്കിടേണ്ട സമയം അതിന് തയ്യാറാകണം. പലപ്പോഴും ദൈവത്തിന് കൊടുക്കേണ്ട സമയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു തലമുറയായിപ്പോയി. വിവാഹങ്ങൾ ആഘോഷങ്ങളാകുന്നിടത്ത് എക്സിസ്റ്റൻസ് ഇല്ല. വിവാഹങ്ങൾ കൂതാശകളാകുന്നിടത്ത് മാത്രമേ അനുഗ്രഹങ്ങളുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്വർഗമാക്കുവാനായിട്ട് ഈ ഭൂമിയെ ദൈവം ഈ പദ്ധതിയിലേക്ക് എന്നെ കൈപിടിച്ചുയർത്തിയിരിക്കുന്നു എന്നുള്ളൊരു ബോധ്യത്തോടുകൂടി ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് നിങ്ങളുടെ യാത്ര ആരംഭിക്കുക. അന്യോന്യം സ്നേഹബന്ധത്തിലൂന്നി മറ്റുള്ളവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നാളുകളെ സുന്ദരമാക്കുക. എല്ലാവിധ നന്മകളാലും ദൈവം നിറയ്ക്കട്ടെ. ഇവിടെ ആയിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരുടെ പേരിൽ, വിശ്വാസ സമൂഹത്തിൻ്റെ പേരിൽ എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിൽക്കുന്നു. ജഗദീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലും ഇടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും നിരേറ്റുമാറാകണമേ. ദൈവം തൻ ബഹുകൃപയാ ദൈവം തൻ ബഹുകൃപയാ സാറയുടബറാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ പ്രഭുക്കയോടി സഹാക്കിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ യാക്കോബിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദയ ചെയ്തിടണമേ. പാർക്കുമോ
ഇസ്രായേലിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ദയ ചെയ്തിടണമേ. ബാറക്കുമോർ കർത്താവേ, പരസ്പരം ബന്ധിതരായിരിക്കുന്ന ഈ ദാസരെ നിന്റെ നൽവരങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യാൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, സന്തോഷോല്ലാസങ്ങളോടുകൂടെ ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ബാറക്കുമോർ ഹോശോ വക്കുല സുബാൻ ലോൽമീ. മോദിക്കട്ടെ പരമനാഥ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ ശക്തിയിലും രക്ഷയിലും പ്രമദി. Subhana bola barwal roho kadiso. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനുമായ സ്വയംഭൂവും മാലാഖമാർ തന്റെ സിംഹാസനത്തിന് ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധന അണയ്ക്കുന്ന അനാദ്യന്ത വചനവും തന്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങളെല്ലാവരുടെയും മേൽ ദയ തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിപ്പിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിയാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായി വിരിക്കുന്നവനും തന്റെ വല്ലഭത്വത്തിന്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. സകല സ്വർഗീയ സേനകളും ഭയന്ന് വിറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമയന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയെങ്കിൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവർണ്യമായ നിന്റെ കൃപാപ്രവാഹത്താലും നിസീമമായ നിന്റെ ദയാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മൺമയരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു.
കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ നിഴലിലും ദൈവത്തിന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിലും ഉത്തമരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ കാത്തു നയിച്ചു കൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരും ആയിത്തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവേ, ഇവർ നിത്യജീവനെ കാക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരുമായി വർത്തിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസ്യത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മുന്തിരിത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീഷ്ണതയുള്ളവരും ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരും ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായി ഞങ്ങളെ മരിച്ചവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനും ആകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. ഹോശോ വഖൂല ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നു വന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. സുന്ദരികളെ സുന്ദരി നീ ജാതികൾ സൂനു നൃപതിശലോൻ വിമല സഭേ നിന്നെ ലാളിപ്പൂ. സഭയെ സകലവിധം സുമുഖി നീ കരതീണ്ടാത്തോൾ. ഹല്ലേലൂയ, കാക്കുന്നു നിന്നെ വാഴ്ത്തുന്നു. ശുഭോല ബോല ബറോവൽ റൂഹോ കാദേശോ. ഹല്ലേലൂയ, ശവയാണന്യോന്യം മൂന്നും കോട്ടകളിടയിൽ സ്ഥലമില്ലിവ പാർത്താൽ. മഹിമേഴും മണവാട്ടി സമംഹരധി മേവും നീ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊതിരെ പട്ടണത്തിൽ കല്യാണ വിരുന്നിനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായ വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യസ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ പരിശുദ്ധ ബലിപീഠത്തിന് മുൻപാകെ തല കുനിച്ചു നിൽക്കുന്ന ഈ ദാസരെ ഈ സുഗന്ധവും അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദൈവവും നിറഞ്ഞതായ നിന്റെ വലത് കൈയുടെ മേൽ ആവസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകളെ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള
വിരുന്നിനെ ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ ഇവരും നിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. മോറാൻ വാലോക എല്ലാവൽമിൻ. ദൈവത്തിനുപദേശം വിശുദ്ധനായ പൗലോസ് ശ്ലീഹ എഫേസ്യർക്ക് ലേഖനത്തിൽ നിന്നും മഹായി പാറയ്ക്കുമോ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൽ സർവദാ സർവത്തിനു വേണ്ടി പിതാവാം ദൈവത്തെ സ്തുതിക്കുവിൻ. മശിഹായിലുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവിൻ. സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പിൻ. എന്തെന്നാൽ മശിഹ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിനും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മശിഹ തന്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി ഇതവളെ കറയോ ചെളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മശിഹാസഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേരും. അവരിരുവരും ഏക ശരീരമായി തീരുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മശിഹായെ കുറിച്ചും അവിടുത്തെ സഭയെ കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുവരും തന്നെ എന്ന പോലെ തന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പിൻ. എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദാനത്തോടുകൂടി പ്രഥമ കൽപ്പനയാകുന്നു. ആഹായി പാർക്കുമോ. എല്ലാവരും അടക്കത്തോടും ഭയത്തോടും അടക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ അറിയുന്നതിനെ കേൾക്കണം. ഞങ്ങളെയും യോഗ്യരാക്കട്ടെ. നമ്മുടെ
അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. Following gospel is taken from St. Matthew chapter 19 verse 1 to 12. When Jesus had finished saying these things, he left Galilee and went to the region of Judea beyond the Jordan. Large crowds followed him, and he cured there. Some Pharisees came to him, and to test him they asked, "Is it lawful for a man to divorce his wife for any cause?" He answered, "Have you not read that the one who made them at the beginning made them male and female, and said, 'For this reason a man shall leave his father and mother and be joined to his wife, and the two shall become one flesh. So they are no longer two, but one flesh. Therefore what God has joined together, let no one separate." They said to him, "Why then did Moses command us to give a certificate of dismissal and to divorce her?" He said to them, "It was because you were so hard-hearted that Moses allowed you to divorce your wives, but from the beginning it was not so. And I say unto you, whoever divorces his wife, except for unchastity, and marries another, commits adultery." His disciples said to him, "If such is the case of a man with his wife, it is better not to marry." But he said to them, "Not everyone can accept this teaching, but only those to whom it is given. For there are eunuchs who have been so from birth, and there are eunuchs who have been made eunuchs by others, and there are eunuchs who have been made themselves eunuchs for the sake of the kingdom of heaven. Let anyone who accepts this accept it." നീതി മഹാരഥിയാം നിന്നെ നിർമ്മലയാം സഭകണ്ടപ്പോൾ അമ്പിളി തുല്യ പ്രഭമായി നിന്നെ അഖിലാധിപനാം നിന്നാദയത്തെ വിധിമോൾ ഭംഗ്യം ഘോഷി. Be placed and perfected in the name of the Father and of the Son and of the Holy Spirit. Barak Amor Vashvada. Which descends from heaven.
is fitted and placed on this bruised head by the priest. Oh, Señor, കർത്താവ് നിന്നെ നീതിയും കിരീടവും ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സകല ശക്തിക്കുമെതിരായി അജയ്യമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. നീതിയും കിരീടവും അക്ഷയഭംഗിയുമുള്ള അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കരേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുവാൻ നിനക്കിടയാവുകയും ചെയ്യട്ടെ.
പാർക്കുമോർ മനുഷ്യരിൽപ്പെട്ട നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗ്യ മണവാളനായ മശിഹ യഥാർത്ഥവാദിന്റെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മശിഹ തൻ്റെ സഭയിൽ എന്നപോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലതുകൈ വന്ന് നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുമാറാകട്ടെ. സമാധാനദൂതൻ നിങ്ങളോടുകൂടി ഇരുന്ന് ആകൽക്കർസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യൗസേബിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ച് പെരുകി ഭൂമിയിൽ നിറവീനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്തു നിന്ന് പനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിന്റെ പിതാവിൻ്റെ നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തൻ്റെ പുത്രനായ യൗസേപ്പിന് നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും പട്ടക്കാടുകളാൽ നിങ്ങളുടെ തറകളിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വന്ന് വസിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാവിനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ്യ അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും മരിച്ചുപോർ പാപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മെസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനാമലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായ്ക്കും സ്തുതി കരേറ്റാം. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. വിശിച്ചിടുക കുളിർതന്നൽ ശുഭമാ
സ്തുതി പാടാൻ കിന്നരമേന്തി സ്തോത്രം ചെയ്യുവാൻ എൻ കർത്താവേ ഇവരുടെ വായ്കളെ വാഴ്ത്തിയിടേണം. സ്വരം കേട്ട കൈകൊള്ളുവോനേ, പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കൾ കൃപ ചെയ്യണം. നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും സ്ലീബായുടെയും വെടിപ്പുള്ള ഏവങ്കേലിയോന്റെയും ഈ ജനക്കൂട്ടത്തിൻ്റെ മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പിൻ. ഹൃദയവിചാരങ്ങൾ അറിയുന്നവൻ്റെ സന്നിധിയിലാവുന്നു, അറിയാത്തവൻ്റെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ, ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞാൻ നിരപരാധിയായിരിക്കും. പട്ടക്കാരിലും ശമ്മാശന്മാരിലും വിശ്വാസികളായ ജനങ്ങളിലും മണവാളിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയുമെന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമായ വിശുദ്ധ കന്യവ്രത മറിയാമിൻ്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവായ യേശുമിശിഹായുടെ വലങ്കൈ എന്നേക്കും നിങ്ങളിൽ ബാർക്കുമ്പോൾ വീണ്ടും വിശ്വാസികളെ ഈ കൽപ്പന എല്ലാം നിങ്ങൾക്കായിട്ടാകുന്നു എന്നറിഞ്ഞുകൊള്ളു. നിങ്ങളിൽ ഓരോരുത്തരും അവരെൻ്റെ ഭാര്യയുടെ ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പിൻ. ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നു ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വപ്രാണിനെ പോലെ ഭാര്യ ഭർത്താവിന് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിപ്പാൻ നൽകണം. ഭാര്യയെ ന്യായപ്രമാണം ഭർത്താവിൻ്റെ പരിചയം നിർവഹിപ്പാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിന് അടുത്ത് വർത്തിക്കണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. Forgive us the sins to you and to your faithful departed. O Father, Son, and Holy Spirit, sins to you and to your faithful departed. Grant that our feeble and unworthy prayers be pleasing and acceptable before your exalted throne, now and always, forever and ever. O Shno, Holy Spawn, there will be. Amen. ദൈവത്തിൻ്റെ വിശുദ്ധ സത്യവേദ പുസ്തകം ഇപ്പോൾ സമ്മാനിക്കുമ്പോൾ ദൈവത്വം വഹിച്ചു എല്ലാ പ്രിയപ്പെട്ട വൈദികരോടുമുള്ള സ്നേഹവും സന്തോഷവും പ്രത്യേകമായി ഇടവയ്ക്കും ഭവനത്തിനുമായിട്ട് അറിയിക്കുന്നു. Oh darling, there's not much that you can say
to stop me from falling in like I am. Oh darling, even waves can't wash away our names in the sand. Never could, never can. You are my everything. I give up everything. Show me the darkest parts of your heart. I ain't gonna run. Every dance is slow, every kiss is whoa. They say you know when you know. Well, I know you're the one. Some people bring you a million blessings. Some people teach you a million lessons. All that I learned, it wasn't my turn, it wasn't the right time. Some people come in your life for a reason, others they come in your life for a season. But baby, you are a lifetime. Oh darling, there's no word that can describe the way that I feel tonight. Oh darling, I would walk that broken road time and time again if you led me to your hello. You are my everything. I give up everything. Show me the darkest parts of your heart. I ain't gonna run. Every dance is slow, every kiss is whoa. They say you know when you know. Well, I know you're the one. Some people bring you a million blessings. Some people teach you a million lessons. All that I learned, it wasn't my turn, it wasn't the right time. Some people come in your life for a reason, others they come in your life for a season. But baby, you are a lifetime. Oh darling, there's no word that can describe the way that I feel tonight. Oh darling, I would walk that broken road time and time again if you led me to your hello. You are my everything. I give up everything. Show me the darkest parts of your heart. I ain't gonna run. Every dance is slow, every kiss is whoa. They say you know when you know. Well, I know you're the one. Some people bring you a million blessings. Some people teach you a million lessons. All that I learned, it wasn't my turn, it wasn't the right time. Some people come in your life for a reason, others they come in your life for a season.
To fall in love isn't easy when you're afraid of heights, but I can't help but fall when I look into your eyes. So I love the hue, but more than that, I do love you. And every night I'm in bed, I fight to keep you from my mind, and almost every day, that's how I spend most of my time. It's true, there is no use, I can't escape the thought of you. So would you trust me to catch you at the bottom of the pool if I told you my whole heart that I loved you, that I loved you, that I loved you? But I'm afraid I'm scared of those romantic words you see. Ain't it ironic how those are just the songs I sing about my lovely? Do you really love me when I hear you whisper under your breath? Trust me to catch you at the bottom of the pool if I told you my whole heart that I loved you, that I loved you, that I loved you. Fire and ice, this love is like fire and ice. This love is like rain and blue skies. This love is like sun on the rise. This love got me rolling the dice. Don't let me lose. Still falling for you. Still falling for you. Beautiful mind. Your heart got a story with mine. Your heart got me hurting at times. Your heart gave me new kind of highs. Your heart got me feeling so fine. So what to do? Still falling for you. Still falling for you. It took us a while. With every breath a new day. With love on the line. We've had our share of mistakes. But all your flaws and scars are mine. Still falling for you. Still falling for you.